ഹലോ എവ്രി വൺ, വെൽക്കം ടു ഡെലീഷ്യസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഗ്രീൻ ചട്നിയാണ്. ഇത് സാൻഡ്വിച്ചിലും വടാപ്പാവിലും ഒക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. 1 കപ്പ് മല്ലിയിലയാണ് എടുത്തത്. 1/2 കപ്പ് പുതിനയിലയും എടുത്ത് വെച്ചിട്ടുണ്ട്. 2 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയും എരിവിനനുസരിച്ച് പച്ചമുളക് ചേർക്കാം. ഞാനിവിടെ 4 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് പൊട്ടുകടലയാണ്. 2 ടീസ്പൂൺ പൊട്ടുകടലയാണ് ഞാൻ എടുത്തത്. ഇത് നമ്മുടെ ചട്നി കുറച്ച് തിക്കായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പൊട്ടുകടല നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് നല്ലതുപോലെ ചൂടാക്കിയ ശേഷമാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചൂടാക്കുന്ന സമയത്ത് എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടി വേണം. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇത് അരച്ചെടുത്തപ്പോൾ ഞാൻ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ഗ്രീൻ ചട്നി ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇത് നമുക്ക് സാൻഡ്വിച്ചൊക്കെ ഉണ്ടാക്കുമ്പോൾ ഈ ചട്നി ഉപയോഗിക്കാം. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഡെലിഷ്യസ് റെസിപ്പീസ് എന്നുള്ള ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. മറ്റൊരു നല്ല റെസിപ്പിയുമായി വീണ്ടും വരാം. താങ്ക്